بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പറയുകയുണ്ടായി, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ അയൽവാസികളെ പരിഗണിക്കാൻ വേണ്ടി നിരന്തരം അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കരുതിപ്പോയി അയൽവാസികൾക്ക് വേണ്ടി ഓഹരി പോലും മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറയുന്നു. അത്രത്തോളം നമ്മൾ അയൽവാസികളെ സ്നേഹിക്കണം. അത് നമ്മൾ ഏത് മതക്കാരായാലും, തൊട്ടടുത്ത് താമസിക്കുന്ന ഏത് മതക്കാരായാലും അവരെ നമ്മൾ പരിഗണിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾക്ക് നമ്മൾ എന്ത് പുതുതായി നമ്മൾ പ്രത്യേകമായി വല്ലതും പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് ദാനം ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സഹായിച്ചും അവരെ ചേർത്ത് നിർത്തിയും മുന്നോട്ട് പോവുക. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഷെഹർ റമളാനിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? അയ്യോ ടീച്ചറ. എന്താ പേര്? തെൻസീഹോ? ഹലോ, തെൻസീഹാണോ? തെൻസീഹ എവിടുന്നാ വരുന്നത്? ഓടിക്കെതിച്ച് വരണ പോലെ ഉണ്ടല്ലോ. വീട്ടിൽ തന്നെയാണോ? നോമ്പുണ്ടാ? അതെ. എവിടെ പഠിക്കുന്നത്? അതെ. ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സില്? സെവൻത്ത് സ്റ്റാൻഡേർഡ് അല്ലേ? മജ്ലിസിന്റെ എക്സാം ഒക്കെ എഴുതിയോ? എന്താണ്, ടോപ്പ് പ്ലസ് കിട്ടുമോ? അറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. അതെ. റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കല്ലേ? അടുത്ത ആഴ്ച വരുമല്ലേ? ഇൻഷാ അല്ലാ. ചോദ്യം ചോദിക്കട്ടെ? ചോദ്യത്തിന്റെ റൂൾസ് ഒക്കെ അറിയില്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മണ്ട്, എല്ലാരും ഉണ്ട് അല്ലേ? എന്നാ ആദ്യത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? അവരൊക്കെ സഹായിക്കുവോ? ഇല്ല, ഒറ്റക്ക് പറയും. ഉറപ്പല്ലേ? ഇപ്പൊ മജ്ലിസിനൊക്കെ തയ്യാറായി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണുണ്ടാവും അല്ലേ? ഹലോ, അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടാ. ഒറ്റയടിക്ക് പരിപൂർണമായി അവതരിപ്പിക്കപ്പെട്ട ഒരു അധ്യായം ഉണ്ട്, അവതരിച്ചൊരു അധ്യായം ഉണ്ട്. ഒറ്റയടിക്ക്. മറ്റേതൊക്കെ ഘട്ടം ഘട്ടമായിട്ടില്ല ഒരു സൂറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പക്ഷെ ഒറ്റയടിക്ക് തന്നെ അവതരിച്ചൊരു ഇതുണ്ട്, ഒരു അധ്യായം. സൂറത്തുണ്ട്. അത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ആണോ? ഒറ്റയടിക്ക് അവതരിക്കപ്പെട്ട ആദ്യത്തെ ഇതാണ് ചോദിച്ചത് ഞാൻ. ആദ്യത്തേതല്ലല്ലോ? അല്ല, ഉത്തരം തെറ്റിയല്ലോ. ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിഹ അല്ല ഒറ്റയടിക്ക് അവതരിച്ചു. അതിന്റെ മുന്നൊരു അധ്യായം അവതരിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഫാത്തിഹ അല്ലല്ലോ. ഓപ്ഷൻ പറയട്ടെ? ഹലോ, ഞാൻ പറയാം, ഓപ്ഷൻ പറഞ്ഞിട്ട് പറയാം. മുദ്ദസ്സിർ. ഹലോ, സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ കൗസർ, ഹലോ, സൂറത്തുൽ ഫീൽ. തെറ്റി മോനെ, സൂറത്തുൽ മുദ്ദസ്സിർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത തവണ വിളിക്കണം കേട്ടോ. അപ്പൊ സമ്മാനവുമായി പോവട്ടോ. بنسي شخط رمضان تلك ويسا. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാനിലേക്ക് സ്വാഗതം. എന്താണ് പേര്? ഹാമിദ് ഹുസൈൻ. ഹാമിദ് ഹുസൈൻ. ഹാമിദ് ഹുസൈൻ എവിടെ പഠിക്കുന്നത്?
ISSല്. ISSലാ? ഏത് ക്ലാസ്സിലാ? 4ല്. എവിടെ വീട്? പുളിക്കക്കടവ്. പുളിക്കക്കടവ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? താത്ത, അമ്മ, അപ്പ. അതെ. ചോദ്യം ചോദിക്കട്ടെ? ആ, എളുപ്പമുള്ള ചോദിക്കോ? എളുപ്പമുള്ള തന്നെയാണ് ചോദിക്കണത്. ഒക്കെ എളുപ്പമുള്ളതാ കേട്ടോ. ആ, ഖുർആനിലും ഹദീസിലും സൂചിപ്പിക്കാത്ത ശാസ്ത്രമില്ല എന്ന് പറഞ്ഞത് ആരാ? അറിയോ? ഹലോ, ഒന്നുകൂടി പറയോ? ഖുർആനിലും ഹദീസിലും സൂചിപ്പിക്കാത്ത ശാസ്ത്രമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ആരാണ്? ഓപ്ഷൻ പറയോ? ആ ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. ആ ആരാണ് അവിടുന്ന് ഉത്തരം പറഞ്ഞത്? താത്ത. താത്തേ? അതെ. താത്ത ഈ പരിപാടിക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടാ? ഇല്ല. ആദ്യമായിട്ട് ഞങ്ങൾ വിളിക്കുന്നത്? ആ, അതെ. നേരത്തെ ആരോ വിളിച്ചപ്പോ ഒരു ഹുസ്ന എന്ന് പറഞ്ഞേ, അപ്പൊ പേര് വീണ്ടും കേട്ട പോലെ തോന്നി. ഇത് ഹാമിദ് ഹുസൈനാണ്. ഹാമിദ് ഹുസൈനാണ്. ഹാമിദ് ഹുസൈന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ നേരത്തെ പറഞ്ഞത്? താത്ത. താത്തേ? താത്തേ? താത്ത, അമ്മ, അപ്പ. എത്ര താത്താരുണ്ട്? 3 3 താത്താരുണ്ട്. താത്താരുടെ പേരെന്താ? ഹലോ, താത്താരുടെ പേരെന്താ? ഹുദ. ഹിബ. ഹുദ. ഹിബ. ഹിബ. ഹലോ, മൂസിന. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ഹുദ വിളിച്ചിരുന്നു തോന്നുന്നുണ്ട്. ആണോ? അത് ഇവിടുന്നാണോ? ഒരു പുളിക്കക്കടവ് തന്നെയാണ് പറഞ്ഞതേ. ഹലോ, അപ്പൊ ഇപ്പൊ വിളിക്കാൻ പറ്റൂലെന്നുണ്ടാ? അങ്ങനല്ല, ചോദിച്ചതാണ് അതെന്നെയാണോന്നുള്ളത്. വീട്ടിലുള്ളവരുള്ളവരുടെ പേരും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉത്തരം പറയാതെ ആരായാലും രണ്ടാമത്തെ വട്ടം വിളിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. അതെന്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആണോന്ന് ചോദിച്ചതല്ലേ? അതെ, ഇന്ന് വിളിച്ചതല്ല. ഇന്നലെ ഹുദ വിളിച്ച് സമ്മാനം നേടി. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് കേട്ടപ്പോ പരിചയമുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. അല്ലാതെ അങ്ങനെ ഒന്നുമില്ല. വീട്ടില് ഒരാൾ വിളിച്ച് പിറ്റേ ദിവസം അവർക്ക് വിളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആണോന്ന് ചോദിച്ചതല്ലേ? ഹലോ, ഞാൻ 2 പ്രാവശ്യം വിളിച്ചാൽ 2 സമ്മാനം കിട്ടോ? 2 പ്രാവശ്യം വിളിച്ചാലാ? വിളിച്ചോ? 2 സമ്മാനം കിട്ടോ? 2 സമ്മാനം. അപ്പൊ സമ്മാനം വാങ്ങിക്കൂട്ടാന്ന് വിചാരിച്ച് റമദാൻ 30 അല്ലേ? ആണോ? അതെ. ആയിക്കോട്ടെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ദജ്ജാലിൽ നിന്ന് രക്ഷ നേടാൻ ഏതു സൂക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ കൽപ്പിച്ചത്? ഓപ്ഷൻ പറയോ? അൽ കഹ്ഫിലെ ആദ്യത്തെ 10 സൂക്തങ്ങള് മനഃപ്പാടമാക്കിയാലും അല്ലെ, അവസാനത്തെ 10 സൂക്തം പതിവാക്കിയാലും, അതുപോലെ സൂറത്ത് യാസീനിലെ 10 ആയത്തുകള്. ഹലോ, സൂറത്തു കഹ്ഫ്. ഉത്തരം പറഞ്ഞല്ലോ അല്ലെ? അവിടെ നിന്ന് പറഞ്ഞന്ന്, എന്നിട്ട് അടുത്ത ഓപ്ഷനും കൂടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞല്ലേ? 3 ഓപ്ഷൻ ഉണ്ടല്ലോ, 3 ഓപ്ഷനും പറഞ്ഞോളേ. അല്ല, ഇപ്പൊ ഉത്തരം പറഞ്ഞല്ലോ, ഇനി ഓപ്ഷന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അതെ. ശരിയാണോ? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പൂർണ്ണ രൂപം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലോ. അതെവിടെയാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയൂ. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പൂർണ്ണ രൂപം രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഹലോ, ക്ലൂ ഒന്നുമില്ല. ആദ്യത്തെ 2 എണ്ണത്തിന് ഓപ്ഷൻ ഉണ്ടല്ലോ. ഹലോ, സമയം കഴിഞ്ഞുട്ടാ. സമയം കഴിഞ്ഞു. 5 സെക്കൻഡായി.
ലൗഹുൽ മഫ്ഹൂദ്. അവൻ പറയട്ടെ. ലൗഹുൽ മഫ്ഹൂദ്. കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ടാണ് ഉത്തരം പറഞ്ഞതും വേറെ ആള് കയറി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര പോലെ ലേഖാക്കിയപ്പോഴോ. ലേഖാക്കിയത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പാണ്. ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയുന്ന സമയത്ത് ലേഖാക്കിയിട്ടില്ല. ആൻസർ പറഞ്ഞിട്ട് പറയാൻ കിട്ടാണ്ടായപ്പോഴാ കാര്യം പറഞ്ഞത്. അതല്ല, അവന് പറയട്ടെ. അവര് പറഞ്ഞല്ലോ പറഞ്ഞത് സമയം കഴിഞ്ഞതിന് ശേഷം, ലേഖാക്കിയത് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അല്ല കേട്ടോ. ഓക്കെ, എന്നാ ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. بنسي شخط ورمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹിബ. എവിടുന്നാ വിളിക്കുന്നത്? പുളിക്കക്കടവ്. എന്താ ചെയ്യുന്നത്? MSc യോ? എവിടെ? പൊന്നാനി MES. ചോദ്യത്തിന്റെ റൂൾസ് ഒക്കെ അറിയാലോ അല്ലേ? അറിയാം. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉള്ളതൊക്കെ അറിയില്ലേന്നാ ചോദിച്ചത് ഞാന്. അറിയാലോ അല്ലേ? വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഖുർആനിലും ഹദീസിലും സൂചിപ്പിക്കാത്ത ശാസ്ത്രമില്ലാന്ന് ഇതൊരു വ്യക്തി പറഞ്ഞതാണ്. ആരാണ് ആ വ്യക്തി? ഖുർആനിലും ഹദീസിലും സൂചിപ്പിക്കാത്ത ശാസ്ത്രമില്ല. അതെ, നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശാസ്ത്രലോകം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് അടുത്തൊരു ദിവസം വാർത്തകളിൽ കണ്ടിരുന്നു, ഒരു അമ്മയുടെ കൈ മുറിച്ച് മാറ്റി വളർത്തുനായ തലോടിയതാണ്. അപ്പൊ ആ മൂക്കിൽ നിന്ന് വരുന്ന ദ്രാവകം തട്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അത് നമുക്ക് 1400 വർഷങ്ങൾക്ക് മുന്നേ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. നായയെ തുടരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയുന്നത് അല്ലേ? അങ്ങനെ ഖുർആനിലും ഹദീസിലും സൂചിപ്പിക്കാത്ത ശാസ്ത്രമില്ലാന്നാ പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന ചോദ്യം. ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് പറയട്ടെ. ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ. ഹലോ, ഓപ്ഷൻ പറയാം. ഓക്കെ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദൻ. പറയണ ഓപ്ഷൻ ഒന്നും കൂടെ. ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. MSc ഏതാ? MSc അല്ലേ? സൂറത്തു ത്വാഹ ഏത് സ്വഹാബി വഴിയാണ് ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? സൂറത്തു ത്വാഹ. ഉമർ റളിയല്ലാഹു അൻഹു. ആ ചരിത്രമൊക്കെ അറിയാലോ അല്ലേ? അറിയോ? എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ കേട്ടതാണോ? എങ്ങനെ കേട്ടതായിരുന്നു? ഹലോ, ഖുർആൻ ഓതുമ്പോ ആ സൂറത്ത് ഓതുമ്പോഴാണ് വന്നത്. ആര് വന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം. സമ്മാനായിട്ടേ പോവുള്ളൂ അല്ലേ? അതത്രേ ഉള്ളൂ അല്ലേ? ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ് സമ്മാനം കൊണ്ട് പോവുള്ളൂ അല്ലേ? അതെ, ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണതല്ലേ, അതാവും കിട്ടാത്ത. നോക്കാം. വിശുദ്ധ ഖുർആനിൽ ആകൃഷ്ടയായി
ഇസ്ലാം സ്വീകരിച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും രചനകളൊക്കെ നല്ല പ്രശസ്ത ഒരുപാട് രചനകളുണ്ട്. അങ്ങനത്തെ ഒരു പ്രശസ്തയുണ്ട്. ആരാണ് ആ സാഹിത്യകാരി എന്നറിയോ? സാഹിത്യകാരി ഓക്കെ, കമലാ സുരയ്യ. ആദ്യം തന്നെ പുറപ്പെട്ടിട്ടുണ്ട്, സമ്മാനം നേടിയിട്ടേ പോവുള്ളൂ എന്നുള്ള അല്ലേ? ഇതിന്റെ മുമ്പ് വിളിച്ചിരുന്നോ? ഞാൻ എല്ലാ പ്രാവശ്യം വിളിക്കലുണ്ട്, സമ്മാനം മേടിക്കലുണ്ട്. ഓ, അത്രയും കോൺഫിഡന്റ് ആണ്, നേടിയിട്ടേ പോവുള്ളൂ എന്നല്ലേ? ഹലോ. അതെ, എന്നാ ബെൻസി ഹോസ്പിറ്റലിൽ ഇരുന്ന ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട് കേട്ടോ. ഓക്കെ, ശരി. എന്നാ ഇനി അടുത്ത തവണ വിളിക്കും. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹ്റ റമളാനിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് അവിടെ കൊറേ പേരുണ്ടല്ലോ? അതെ, ഇത് ആരാണ് വിളിക്കുന്നത്? ഷഫ്നെ. അപ്പൊ എല്ലാരും കൂടെയാണ് ഉത്തരം പറയാ അല്ലേ? ഒറ്റക്ക് പറയോ? അതെ. എവിടുന്നാ വിളിക്കണ ഷഫ്ന? മലപ്പുറം. കൊറേ പേരൊന്ന് കൊല്ലമ്പടിയും കടവനാടും ഒക്കെ തന്നെയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഷഫ്ന എന്താ ചെയ്യണത്? പഠിച്ചോണ്ടിരിക്ക. ഏത് ക്ലാസ്സില്? 7ാം ക്ലാസ്സില്. ഏത് സ്കൂളിലാണ്? കടവനാട്. വിളിക്കുന്നവരൊക്കെ കടവനാട് അല്ലേ? കടവനാട് 2 സ്കൂളില്ലേ? ഫിഷറീസിലൊക്കെ ഉമ്മ പറഞ്ഞായിരുന്നാ? പിന്നെന്തിനാ ഉമ്മ അങ്ങനെ ഒരു സഹായം പോലെ ഒപ്പം നിന്ന് പറയണ്ടല്ലോ? ഉണ്ടാ? എന്തിനാ മടി? പേടിണ്ടാ? പിന്നെന്താ? പേടില്ല? ഇതിന് മുമ്പ് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് സമ്മാനം മേടിച്ചാ? അതെ. അപ്പൊ ഇത്തവണയും ചോദിച്ച് സമ്മാനം നേടിയിട്ടേ പോവുകയുള്ളൂ അല്ലേ? അതെ. അപ്പൊ ചോദ്യത്തിന്റെ റൂൾസ് ഒക്കെ അറിയണുണ്ടാവും. എങ്ങനെയാണ് ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ അറിയാലോ? ഒന്നും പറയണ്ടല്ലോ. ചോദ്യം ചോദിക്കട്ടെ? എന്ത് പറയണെന്ന്? റൂൾസ് എന്താന്നാ? അതല്ല പറഞ്ഞത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും എന്തുണ്ടായിരിക്കും? ചോദ്യം ഉണ്ടായിരിക്കുന്നോ? ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? എത്ര ചോദ്യമാണ് ഉണ്ടാവുക? 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കേട്ടാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ആരാണ്? നബിയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ഖുർആൻ കേട്ട വ്യക്തി ആരാണെന്ന്? ഓപ്ഷൻ ഉണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹ. ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ഖദീജ ആരാണ്? നബിയുടെ ഭാര്യയാണ് അല്ലേ? പിന്നെ വേറെ എന്തോ ഒരു ബഹുമതിയും കൂടെ ഇല്ലേ? ബഹുമതി അല്ല, ഒരു ഇതും കൂടെ നമ്മൾ പറയില്ലേ നബി ഖദീജയെ കുറിച്ച്? എന്താണ്? അറിയോ? അറിയില്ല?
ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ച മുഅ്മിനീങ്ങളോട് ഉമ്മ എന്ന് പറയും. ഇസ്ലാം സ്വീകരിച്ച ആദ്യ വനിതയും കൂടെ അല്ലേ? അല്ലേ? അതാ ആദ്യം ആലോചിക്കണ്ടേ. അതുകൊണ്ടാണല്ലോ ആദ്യമായിട്ട് ഖുർആനും കേട്ടത് അല്ലേ? ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളെല്ലാര്? ആര്? ഖദീജ റളിയല്ലാഹു അൻഹ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കഅബയുടെ ഉള്ളിൽ അവതീർണമായ സൂക്തമേത്? കഅബ അറിയില്ലേ? കഅബയുടെ ഉള്ളിൽ അവതീർണമായ സൂക്തമേത്? സൂക്താണ്, അധ്യായമല്ല. സൂക്തമേത്? ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അൽ ഫുർഖാന് 40, അൽ ഫീല് 2, നിസാ 40. ഒന്നും കൂടി പറയോ? കഅബയുടെ ഉള്ളിൽ അവതീർണമായ സൂക്തമേത്? ഓപ്ഷൻ ഒന്ന് പറയോ? ഫുർഖാൻ 40, ഫീല് 2, നിസാ 40. ഫീല് 2. ഫീൽ 2 ആണോ? അല്ല, തെറ്റിപ്പോയി. അവിടെ ആരാ പറഞ്ഞിരുന്നുണ്ടല്ലോ? തെറ്റിയല്ലോ, ഉത്തരം തെറ്റിയില്ലേ? അപ്പൊ അടുത്ത തവണ നമുക്ക് ശരിയാക്കാം കേട്ടോ. ഓക്കെ. بنسي شخط رمضان تلكويسة. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാനിലേക്ക് സ്വാഗതം. എവിടെ നിന്നാ വിളിക്കുന്നത്? ഹസ്ന, തെയ്യങ്ങാട്. തെയ്യങ്ങാടുന്നല്ലേ? ഹസ്ന. ഹസ്ന എന്താ ചെയ്യുന്നത്? പഠിക്കുക. എവിടെ? ISS. ഏത് ക്ലാസ്സില്? 10. പഠിച്ചു കഴിഞ്ഞാ? എന്നാണ് എക്സാം? 5-ാം തീയതി. ഏതൊക്കെ സബ്ജക്ട് കംപ്ലീറ്റ് ആയി? കുറച്ചൊക്കെ ആയി, എന്നാലോ നല്ലതും ആയി. അതെ. ടെക്സ്റ്റ് ബുക്ക് മാറിയതിന്റെ ഒരു പേടിയുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയില്ലേ ഇത്തവണ 10th-ന്റെ? അതിന്റെ ഒരു ടെൻഷൻ ഇല്ലേ ചെറുതായിട്ട്? വലിയ കുഴപ്പമില്ല. അതെ. ഓ, ആദ്യമായിട്ട് പറയണ ഒരാളെ ഞാൻ ഇപ്പൊ കേട്ടു. മോഡൽ എക്സാമിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. A+ ഒക്കെ ഉണ്ട്? എത്ര A+? 9. അപ്പൊ പിന്നെ ഉറപ്പിച്ചിരിക്കുന്ന ആളാണല്ലേ 10 A+ഉം? ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാ? ഹലോ. അതെ. ആദ്യമായിട്ടാ അല്ലേ? ഇതിന്റെ റൂൾസ് അറിയോ? എങ്ങനെയാണ്? ഒന്നുകൂടി പറയോ? ആകെ 3 ചോദ്യങ്ങളാണുള്ളത്. ഹലോ. 3 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആയിക്കോട്ടെ, ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം. ഒട്ടകത്തിന്റെ കയർ കളഞ്ഞു പോയാലും അത് വിശുദ്ധ ഖുർആനിൽ നോക്കി ഞാൻ കണ്ടെത്തുമെന്ന്. ഇതൊരാളെ വാചകാണ്. ആരാണ് ഈ പറഞ്ഞത്? ഈ പ്രസ്താവന പറഞ്ഞത് ആരാ? ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? ഒട്ടകത്തിന്റെ കയർ കളഞ്ഞു പോയാലും അത് വിശുദ്ധ ഖുർആനിൽ നോക്കി ഞാൻ കണ്ടെത്തുമെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഓപ്ഷൻസ് പറയോ? ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം തെറ്റിപ്പോയല്ലോ. ശരിയല്ലേ? അല്ലല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് അല്ല, ഇബ്നു അബ്ബാസ് ആണ് ട്ടോ. ഞങ്ങളെ ബുക്ക് ഉണ്ട്. അതെ.
എവിടെ? ഉമർ ബിൻ ഖത്താബല്ലേ? അല്ല, ഇബ്നു അബ്ബാസ് ആണ്. ശരി. ശരി ട്ടാ. بنسي شخت رمضان تلك ويسا ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമളാൻ ടെലികിസ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. بنسي شخت رمضان تلك ويسا